السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. പ്രിയപ്പെട്ടവരെ, നാം കാണുന്ന സ്വപ്നം എത്രത്തോളം നല്ലതാണ്, അതിനനുസരിച്ച് വ്യാഖ്യാനവും വളരെ നല്ലതായിരിക്കും. ചില സ്വപ്നം നമ്മുടെ കാഴ്ചയിൽ ചീത്തയാണെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം വളരെ നല്ലതായിരിക്കുകയും അത് അവൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉദാഹരണമായി, ഒരാൾ പിശാചിൽ നിന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പോലെയുള്ള കാവലിനെ തേടുന്ന വാചകങ്ങൾ നിരന്തരമായി ഒരാൾ ഉച്ചരിക്കുന്നതായിട്ട്, ധാരാളമായി അത് ഉച്ചരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? ശൈത്താനിൽ നിന്ന് കാവൽ തേടുന്നതാണ്. എല്ലാ ദുശ്ചെയ്തികളിലേക്കും ദുർനടപടികളിലേക്കും നമ്മെ പ്രേരിപ്പിക്കുന്നത് പിശാചാണല്ലോ. ആ പിശാചിൽ നിന്നാണ് കാവൽ തേടുന്നത് നാം കാണുന്നത് എങ്കിൽ അവിടെ അതിൻ്റെ വ്യാഖ്യാനം ഉപകാരപ്രദമായ അറിവും സന്മാർഗവും ശത്രുവിൽ നിന്നുള്ള നിർഭയത്വം അവന് ലഭിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇത് തന്നെ കാണുന്നത് രോഗിയാണ് ഈ രീതിയിൽ പിശാചിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നത് കാണുന്നതെങ്കിൽ പ്രത്യേകിച്ച് ജിന്ന് ബാധയേറ്റവനാണെങ്കിൽ ശിഫ കൈവരും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. അതുപോലെ കുഫറിൽ നിന്ന് വിശ്വാസത്തേക്കും നജസിൽ നിന്ന് ശുദ്ധിയിലേക്കും വഞ്ചിക്കുന്ന കൂട്ടുകാരിൽ നിന്ന് നിർഭയത്വത്തിലേക്കും അവൻ എത്തിച്ചേരുമെന്നാണ് നാം ശൈത്താനിൽ നിന്ന് കൂടുതൽ കാവൽ തേടുന്നത് സ്വപ്ന ദർശനമുണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുക എന്ന് മഹത്തുക്കൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എല്ലാതിരുന്നാലും കൂടുതൽ അള്ളാഹുവിനോട് ഒരുപാട് നാം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്. ചില മഹത്തുക്കളൊക്കെ അവരുടെ അടുത്ത് എന്ത് പ്രയാസങ്ങൾ ആര് പറഞ്ഞാലും ഇസ്തിഗ്ഫാർ ചൊല്ലാനാണ് അവർ നിർദ്ദേശിക്കാറുള്ളത്. അതിൻ്റെ കാരണവും ഇതാണ്.